യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന UDF ഭരണകാലത്തെ സത്യവാങ്മൂലം തിരുത്തിയിട്ടില്ല എന്ന് സർക്കാർ. നിയമസഭയിലെ ചോദ്യത്തിനാണ് ദേവസ്വം മന്ത്രി VN വാസവൻ രേഖാമൂലം ഈ മറുപടി നൽകിയത്. സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജികൾ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണെന്നും തുടർ നടപടി ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ സർക്കാർ നിലപാട് പരിശോധിച്ചിട്ടില്ല എന്നും VN വാസവൻ നിയമസഭയെ അറിയിച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇത്രയും ദിവസം പ്രതിപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു, യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് മാറ്റി, പക്ഷേ സത്യവാങ്മൂലം മാറ്റിയോ എന്നുള്ളത്. അതിനെന്താണ് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം? ആര്യ, വളരെ സുപ്രധാനമായ നിലപാട് വിശദീകരിക്കലാണ് നിയമസഭയിൽ രേഖാമൂലം സർക്കാർ നൽകിയിരിക്കുന്നത്. അതിൽ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്ത് നിന്ന് CR മഹേഷാണ്. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് 2011-2016 സർക്കാരിൻ്റെ കാലത്തെ സത്യവാങ്മൂലം, അതായത് UDF ഭരണകാലത്തെ സത്യവാങ്മൂലം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ സത്യവാങ്മൂലം 2016-21 സർക്കാർ തിരുത്തി നൽകിയിട്ടുണ്ടോ, അതായത് ഒന്നാം പിണറായി സർക്കാർ തിരുത്തി നൽകിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഇതിനുള്ള ദേവസ്വം മന്ത്രി VN വാസവൻ്റെ രേഖാമൂലമുള്ള മറുപടി ഇങ്ങനെയാണ്. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച 2011-16 കാലയളവിലെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ അഡീഷണൽ സത്യവാങ്മൂലം മുൻ സർക്കാർ തിരുത്തി നൽകിയിട്ടില്ല. മുൻ സർക്കാർ എന്നാൽ 2016 മുതൽ 2021 വരെയുള്ള പിണറായി വിജയൻ സർക്കാർ, അതായത് യുവതീ പ്രവേശ വിധി വന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. ഒന്നാം പിണറായി സർക്കാർ തിരുത്തി നൽകിയിട്ടില്ല. അതായത് കോടതിയിൽ ഇപ്പോഴുള്ളത് UDF ഭരണകാലത്ത് നൽകിയ യുവതീ പ്രവേശത്തെ എതിർക്കുന്ന സത്യവാങ്മൂലം തന്നെയാണ്. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയത്, പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് നൽകിയ സത്യവാങ്മൂലം മാത്രമാണ് നിലവിൽ സർക്കാർ നിലപാടായി അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നിലപാടായി അവിടെ ഉള്ളതെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നതും. മുൻ സർക്കാർ UDF സർക്കാരിൻ്റെ കാലത്ത് നൽകിയ സത്യവാങ്മൂലം തിരുത്തിയിട്ടില്ല എന്നാണ്. അതായത് നിലവിൽ സർക്കാരിൻ്റെതായി, സംസ്ഥാന സർക്കാരിൻ്റെതായി സുപ്രീം കോടതിയിലുള്ളത് യുവതീ പ്രവേശത്തെ എതിർക്കുന്ന സത്യവാങ്മൂലം എന്നാണ് നിയമസഭയിൽ. ചോദ്യത്തിന് എന്താണ് മറുപടി? അടുത്ത ചോദ്യമായി, ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് അടിസ്ഥാനമായ സർക്കാരിൻ്റെ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകുമോ, ഇല്ലെങ്കിൽ കാരണം വിശദമാക്കാമോ എന്നതാണ്. അതായത് അതിൽ ദേവസ്വം മന്ത്രി വിശദമാക്കുന്നത്, ഈ വിശാല ബെഞ്ച് ഇപ്പോൾ പരിഗണിക്കുന്നത് പുനഃപരിശോധനാ ഹർജികൾ നിലനിൽക്കുമോ എന്ന വിഷയം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് പരിശോധിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ്. അതായത് നിലവിൽ അവിടെ സാങ്കേതികമായി പറഞ്ഞാൽ അവിടെ സുപ്രീം കോടതിയിലുള്ളത് UDF സർക്കാരിൻ്റെ കാലത്തുള്ള യുവതീ പ്രവേശത്തെ എതിർക്കുന്ന സത്യവാങ്മൂലമാണ്. അത് തിരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് തിരുത്തേണ്ടി വന്നിട്ടില്ല. നിലവിൽ സുപ്രീം കോടതി സർക്കാരിൻ്റെ നിലപാട്, അത് ഈ പുനഃപരിശോധനാ ഹർജികൾ നിലനിൽക്കുമോ എന്ന വിഷയം മാത്രമാണ് പരിശോധിക്കുന്നത് എന്നതിനാൽ തന്നെ അതിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട് പരിശോധിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ്. എന്തായാലും അവിടെ ഒരു ഒഴുക്കം മട്ടിലുള്ള സമീപനമാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും സാങ്കേതികമായി സർക്കാർ പറഞ്ഞു വയ്ക്കുന്നത് യുവതീ പ്രവേശത്തെ എതിർക്കുന്ന സർക്കാർ നിലപാടാണ് അവിടെ കോടതി മുൻപാകെ ഉള്ളത്. മറിച്ചൊരു നിലപാട് പരിശോധിക്കേണ്ടി വന്നിട്ടില്ല. അതായത് ഒരു പുനഃപരിശോധനാ ഹർജികൾ, നേരത്തെ യുവതീ പ്രവേശ അനുകൂല വിധി വന്നപ്പോൾ അതിനെ അനുകൂലിക്കുന്ന നിലപാടും വാദവുമാണ് 2018 വിധിക്ക് ശേഷം 2019-20 കാലത്തെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഉന്നയിച്ചിട്ടുള്ളത്. ആ വിധി പുനഃപരിശോധിക്കേണ്ട, അതായത് യുവതീ പ്രവേശത്തിന് അനുകൂലമായ സ്ത്രീ തുല്യത എന്ന വിഷയം അടിസ്ഥാനമാക്കിയുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. അത് പറയുമ്പോഴും സത്യവാങ്മൂലമായി അവിടെ സുപ്രീം കോടതിയിലുള്ളത് ഈ UDF ഭരണകാലത്തെ യുവതീ പ്രവേശത്തെ എതിർക്കുന്ന സത്യവാങ്മൂലമാണ്. അതാണ് നിലനിൽക്കുന്നതെന്ന് സർക്കാർ പറയുന്നു. ഇത് മറിച്ചൊരു നിലപാട്, അല്ലെങ്കിൽ നിലപാട് മാറ്റി വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ അതായത് ആ കേസ് ആ ഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്നതാണ് ദേവസ്വം മന്ത്രി VN വാസവൻ ഇപ്പോൾ നിയമസഭയെ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, ആഗോള അയ്യപ്പ സംഗമം 20-ാം തീയതി നടക്കാൻ പോവുകയാണ്. പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കാൻ തന്നെ കാരണം, സർക്കാരിന് യുവതീ പ്രവേശ വിഷയത്തിൽ നിലപാട് എന്താണ്, അതിനെ എതിർക്കുന്ന നിലപാടുണ്ടോ എന്ന കാര്യം വിശദീകരിക്കാൻ വേണ്ടി പ്രതിപക്ഷം ഏറെ ദിവസമായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDF ഭരണകാലത്തെ യുവതീ പ്രവേശത്തെ എതിർക്കുന്ന നിലപാടാണ് സാങ്കേതികമായി
അവിടെ ഉള്ളതെന്ന് പറയുമ്പോഴും ഇപ്പോൾ നിലപാട് യുവതി പ്രവേശനത്തെ പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ഈ ആഗോള അയ്യപ്പ സംഗമം ആയി മുന്നോട്ട് പോകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും തീരുമാനിച്ച സമയം മുതൽ തന്നെ പ്രതിപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു. ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നല്ലോ, ആ സത്യവാങ്മൂലം തിരുത്തിയോ എന്നുള്ളതായിരുന്നു. ആ സത്യവാങ്മൂലം തിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു രീതിയിൽ പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ സഭയെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിക്കുന്നത്.